ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചന വാദിഭാഗം വക്കാലത്ത് ഏറ്റെടുത്ത് ജഡ്ജിയുടെ മുന്നിൽ ചന്ദ്രയെ വെള്ളം കുടിപ്പിച്ചു നിർത്തുകയാണ്. തിരിച്ച് വിജയ് ശങ്കറിന് ചന്ദ്രയുടെ ജാമ്യത്തിന് വേണ്ടി ഒരു വാക്കുപോലും സംസാരിക്കാനായി പറ്റാത്ത വിധം ചന്ദ്രയെ പൂട്ടിയിരിക്കുകയാണ് അർച്ചന. ഞാൻ ഈ കേസ് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ചന്ദ്രയുടെ എല്ലാ കള്ളക്കളികളും പുറത്തു കൊണ്ടുവരുമെന്നും അർച്ചന അങ്ങനെ വിജയ് ശങ്കറിനോട് പറയുകയാണ്. എന്റെ ഭാര്യയ്ക്ക് ജാമ്യം എടുക്കാൻ പറ്റാതെ വിജയ് ശങ്കർ ആണെങ്കിൽ അർച്ചനയുടെയും അച്ചുവിന്റെയും ദീപ്തിയുടെയും മുന്നിലെല്ലാം നാണം കെട്ട് തല താഴ്ത്തിക്കൊണ്ട് വീട്ടിലേക്ക് എത്തുകയാണ്. എന്നാൽ സ്വന്തം വീട്ടിലും എന്റെ മകളുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥയാണ് വിജയ് ശങ്കറിന്. അരി അങ്ങനെ വിജയ് ശങ്കറിനോട് സംസാരിക്കുന്നുണ്ട്. അച്ഛ, അമ്മയ്ക്ക് ജാമ്യം കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. ജാമ്യം കിട്ടിയില്ലെന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ ആര്യയ്ക്ക് എന്തെന്നില്ലാത്ത ദേഷ്യമാണ് സ്വന്തം അച്ഛനോട്. അച്ഛൻ ഒരാളുടെ വാക്ക് വിശ്വസിച്ചിട്ടല്ലേ അമ്മ പോലീസുകാർക്ക് മുന്നിൽ കീഴടങ്ങി അവരുടെ കൂടെ പോയത്. എന്നിട്ടിപ്പോ ജാമ്യവുമില്ല, അമ്മയുമില്ല ഇവിടെ. അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രവൃത്തികളൊന്നും എനിക്കങ്ങനെ ഇഷ്ടമാവുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെ രക്ഷിക്കാനായി അച്ഛൻ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടാവില്ല എന്നൊക്കെ ആര്യ അങ്ങനെ തൻ്റെ സങ്കടം വിജയ് ശങ്കറിനോട് തുറന്നടിക്കുകയാണ്. എന്നാൽ സ്വന്തം മകൾക്ക് മുന്നിൽ എന്തു പറയണമെന്നറിയാതെ വിജയ് ശങ്കർ അങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വിമല വരുന്നത്. പിന്നീട് അമ്പാട്ടിൽ ആരും കാണാതെ മഞ്ജുവും രുക്കുവും കൂടി ചന്ദ്രയുടെ കേസിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ചന്ദ്ര അകത്തായതോടുകൂടി മഞ്ജുവിനും രുക്കുവിനും ആകെ പേടിയുണ്ട്. അവരും എത്രയും പെട്ടെന്ന് തന്നെ ഈ കേസിൽ കുടുങ്ങുമോ എന്നാണ് അവരുടെ ഭയം. മഞ്ജു ആണെങ്കിൽ നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥയിൽ ആകെ ടെൻഷനായിക്കൊണ്ട് രുക്കുവിനോട് പറയുന്നുണ്ട്. രുക്കു, ചന്ദ്രേച്ചിക്ക് ജാമ്യം കിട്ടാതെ പോലീസ് കസ്റ്റഡിയിലായത് കോടതിക്ക് അവര് ചെയ്ത കുറ്റം ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ. 7 ദിവസം പോലീസ് കസ്റ്റഡിയിലായതുകൊണ്ട് അവര് ഇനിയും ഇതിന്റെ അന്വേഷണം തുടരും. ചന്ദ്രേച്ചി നമ്മുടെ പേരെങ്ങാനും പറയുമോ, ഞാൻ പെട്ടുപോകുമോ? ഇവിടെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അച്ചു നമ്മളെയും അറസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ മഞ്ജു അങ്ങനെ തന്റെ പേടി രുക്കുവുമായിട്ട് അങ്ങനെ പങ്കുവെക്കുകയാണ്. എന്നാൽ രുക്കു ആണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് മഞ്ജുവിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. മഞ്ജു ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ഇത് നമുക്കെതിരെ തിരിയാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ചേച്ചിയും അതുപോലെയൊക്കെ അങ്ങോട്ട് ചെയ്താൽ മതിയെന്ന് രുക്കു അങ്ങനെ തനിക്കൊന്നും സംഭവിക്കില്ലെന്ന മട്ടിൽ മഞ്ജുവിനോട് പറയാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.